ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റ്, അതായത് നമ്മുടെ കോഡ് പ്രകാരം BCOC 132 ഏതാണ് BCOC 132 കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? ഇത് കോൺസെപ്റ്റൽ അല്ലെങ്കിൽ ക്ലാരിറ്റി വീഡിയോ കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഏകദേശം നമ്മൾ ഡിസംബർ 2021 ടു ജൂൺ 2021 ടു ജൂൺ 2024 വരെയുള്ള പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ഓക്കെ, നമുക്കപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് പോവാം. പെട്ടെന്ന് പോകണം, മാക്സിമം പെട്ടെന്ന് തീർക്കണം. എനിക്കറിയാം നിങ്ങളുടെ എക്സാം ആവാറായി എന്നുള്ള കാര്യം എനിക്കറിയാം. 11 കറക്റ്റ് ഡേറ്റ് അറിയില്ല, എന്നാലും എക്സാം ആവാറായിട്ടുണ്ട്. എടാ, നമ്മൾ കോസ്റ്റിംഗ് അല്ലേ പഠിക്കുന്നത്, അപ്പോൾ ആദ്യം പഠിക്കേണ്ട കാര്യം എന്താ? കോസ്റ്റിംഗ് എന്താണ്, അതുപോലെ ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് നിർബന്ധമായിട്ടും പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പോവാം പഠിക്കണം എന്നുള്ളത്. കോസ്റ്റിംഗ് എന്താണെന്ന് ആദ്യം പഠിക്കുക, അതിൻ്റെ ഡിഫറൻസ് പഠിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, ഇതൊക്കെ ഇവിടെ നിൽക്കട്ടെ. നമുക്ക് ലാസ്റ്റ് എല്ലാ പേപ്പറും നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചോദിച്ചതാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ അല്ലേ? പിന്നെ നമ്മുടെ അടുത്ത് ഇവിടെ ചോദിച്ച് കാണുന്നത് എന്താ? ഓക്കെ, ഈ വേജ് പേയ്മെൻറ്റ് ചെയ്യണതിൽ കുറച്ച് മെത്തേഡ് കാര്യങ്ങളുണ്ട്. എന്താണ്? വേജ് പേയ്മെൻറ്റ് ചെയ്യണതിൽ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ പറയുന്നുണ്ട്. പിന്നെ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് ടൈം വേജ് പേയ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്, നമുക്ക് പീസ് വേജ് സിസ്റ്റം ഉണ്ട്. ഇതനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വേജ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഇത് കോസ്റ്റ് അക്കൗണ്ടിങ് പഠിച്ചവർക്കാണെങ്കിൽ ലാസ്റ്റ് നിമിഷമാണ് ഇത് മനസ്സിലാവുള്ളൂ. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ഇതൊക്കെ പോയി പഠിക്കാൻ നിന്നാൽ നടക്കണ കേസല്ല. നിങ്ങൾ ഇതൊക്കെ എന്തായാലും പഠിക്കാം. ഇത് വലിയ പണിയൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് പോവാം. 2-4 ദിവസം ടൈം ഉണ്ടല്ലോ, നോക്കാം വേഗം. ഓക്കെ, ഇതൊക്കെ പ്രോബ്ലം ഏരിയാസാണിത്. ജസ്റ്റ് നോക്കിയാൽ മതി നിങ്ങൾ. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ പറയണത് എന്താ? കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് പറയുന്നുണ്ട്. ഓക്കെ, കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ കോൺട്രാക്റ്റിന് വേണ്ടി അതിൻ്റെ ചിലവുകൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്, P&L അക്കൗണ്ട് പോലെ തന്നെ. അതേപോലെ ജോബ് കോസ്റ്റിങ്ങിൻ്റെയും കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിൻ്റെയും ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് എന്താ? പിന്നെ ജോയിൻറ്റ് പ്രൊഡക്റ്റ്, ബൈ പ്രൊഡക്റ്റ് എന്താണ്, സർവീസ് കോസ്റ്റിംഗ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ അറ്റംപ്റ്റിൽ ചോദിച്ചത്. ഇനി അടുത്ത ഇതിലോട്ട് പോയണെങ്കിൽ എടാ നോക്കിയടാ, കഴിഞ്ഞ വട്ടം ചോദിച്ച സെയിം സാധനമല്ലേ, ജൂണിൽ ചോദിച്ച സെയിം സാധനം, കോസ്റ്റിങ്ങും അതിൻ്റെ ഡിഫറൻസും. കോസ്റ്റിംഗ് ഡിഫറൻസ് അല്ല, കോസ്റ്റിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിച്ചോ. ഓക്കെ, സോറി, ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. സോറി, ഇത് സെയിം ആണ്, ഡിസംബർ 21 തന്നെയാണ്. ഇത് മൈൻഡ് ചെയ്യേണ്ട, ഒന്നുകൂടി റിപ്പീറ്റ് വന്നേക്കണതാണ്. അതിവിടെ ഇനി ജൂൺ 2022 വരാം. ഇവിടെ ചോദിച്ചേക്കണത് ഡിഫറൻസ് അല്ല ചോദിച്ചേക്കണം, വേറൊരു ക്വസ്റ്റ്യനാണ് വന്നേക്കണം. എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്, അതും കൂടി പഠിച്ചു. ഓക്കെ, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്, കോസ്റ്റിംഗ് എന്താണെന്ന് പഠിക്കാം. അതുപോലെ വൈ ഈസ് കോസ്റ്റിംഗ് നെസസറി ഇൻ ദ മോഡേൺ സിസ്റ്റം ഓഫ് എക്കണോമിയിൽ കോസ്റ്റിംഗ് നെസസറി ആകുന്നുണ്ടോ, എന്തുകൊണ്ടാണ് ഈ മോഡേൺ സിസ്റ്റം എക്കണോമിയിൽ കോസ്റ്റിങ്ങിൻ്റെ ആവശ്യകത. അതേപോലെ കോസ്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതേപോലെ ഈ കോസ്റ്റിനെ ഉണ്ടല്ലോ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. കോസ്റ്റിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഏതെല്ലാമാണ്? ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ, ഇതൊക്കെ പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. റീഓർഡർ ലെവൽ കണ്ടുപിടിക്കാൻ പറയട്ടെ. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര മാർക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം? 8 മാർക്ക് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ മിനിമം സ്റ്റോക്ക് ലെവൽ കണ്ടുപിടിക്കാനാണ്. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 10 മാർക്ക് കിട്ടും. ക്വസ്റ്റ്യൻ എന്താണ്? മിനിമം സ്റ്റോക്ക് ലെവൽ കണ്ടുപിടിക്കാനാണ്. സിമ്പിൾ ഇക്വേഷൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത ക്വസ്റ്റ്യനോട്ട് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. ആ ഇക്വേഷനോട് ഇട്ടാൽ പോലെ. അത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയണം. പക്ഷേ ഇവിടെ കുറച്ച് കണ്ടീഷൻസ്, ടേംസ്, കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ വെച്ച് ചെയ്യണം. ആ പരിപാടിയേ ഉള്ളൂ. ഓക്കെ, ഇനി
എടാ ഇവിടെ നോക്കിയേ, ടൈം കീപ്പിംഗ് ചോദിച്ചേക്കാണ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു ടൈം കീപ്പിങ്ങിനോട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ. പഠിച്ചിട്ട് പോകാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇതൊക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല അല്ലേ. നമുക്ക് കുറച്ചൊക്കെ നോക്കാം. ഇൻ്റഗ്രേറ്റഡ് അക്കൗണ്ടിങ് എന്താണെന്ന് നോക്കിയോ. ഞാൻ ലാസ്റ്റ് എത്തുമ്പോൾ പറയാം ഉറപ്പായിട്ടും പഠിക്കണോ വേണ്ടതെന്നുള്ള കാര്യം. അതുകൊണ്ട് ജസ്റ്റ് മാർക്ക് ചെയ്യുന്നു. നമ്മൾ ഇനി അടുത്തത് ജൂൺ 2023 കേസ്. ജൂൺ 2023 എന്താ ഇവിടെ വന്നേക്കുന്നത് നോക്കിയേ. ഓക്കെ, നോക്കുക. ഡിസംബർ 23 ഇവിടെ ചോദിച്ചേക്കണത് കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ഓൾറെഡി പ്രീവിയസ് ഇയറിൽ പഠിക്കാൻ പറഞ്ഞതാണ്. ഓക്കെ, അതൊന്ന് പഠിക്കാം. ഇവിടെ ഫിഫോ മെത്തേഡ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി നോക്കുക. അതേപോലെ ടൈം വേജ് സിസ്റ്റം നേരത്തെയൊക്കെ ചോദിച്ചതാണ്. ഓക്കെ, അതും കൂടി ഒന്ന് നോക്കാം. കോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡെഫിനിഷൻസ് ഒക്കെ ടെസ്റ്റിലുണ്ടെങ്കിൽ അതൊന്ന് നോക്കിയിട്ട് പോകണം, നല്ലതായിരിക്കും. പിന്നെ ലിഫോ മെത്തേഡ് പ്രകാരം സ്റ്റോർ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാൻ ചോദിക്കാം. ലിഫോയോ ഫിഫോ മെത്തേഡോ യൂസ് ചെയ്തിട്ട് എന്ത് പറയാം, സ്റ്റോർ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാൻ പറയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഓവർ ഹെഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത് വന്നിരിക്കുന്നത്. ഓവർ ഹെഡ് ചാപ്റ്റർ ആണിത്. ഓക്കെ, ഇനി പഠിച്ചിട്ടില്ലെങ്കിൽ ഇത് നോക്കാൻ ടൈം കുറവാണ്. വല്ല ക്ലാസ്സൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കണ്ട് നോക്ക്. നമ്മുടെ ചാനൽ ഇപ്പോൾ കറൻ്റ് അവൈലബിൾ അല്ല, പക്ഷേ അപ്കമിങ് ഇയറിൽ നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് അതിനെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റേ ചെയ്യാണ്ട് നിൽക്കണ്ട, ചാനൽ തന്നെ ഒന്ന് സ്റ്റേ ചെയ്ത് നിൽക്കാം, നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ചോദിച്ചേക്കണ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഓക്കെ, ഇതും മിഷൻ ഹവർ റിലേറ്റഡ് ആണ്. മിഷൻ ഹവർ റിലേറ്റ് ചെയ്തിട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത്, ഓവർ ഹെഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സർവീസ് കോസ്റ്റിംഗ്, അതായത് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ട്. അതിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു ട്രാൻസ്പോർട്ട് കമ്പനിയുടെ കോസ്റ്റ് കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്, വലിയ പണിയില്ല, കണ്ടു നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിങ്ങിലെ ക്വസ്റ്റ്യൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, പ്രോസസ് കോസ്റ്റിങ്ങിലെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അറ്റംപ്റ്റ് കൂടുതലും ചോദിച്ചിരിക്കണത് എന്താണ്, ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചേക്കണത്. തിയറി കുറവാണ്. ഓക്കെ, ഈ അറ്റംപ്റ്റിൽ. അപ്പോൾ നിങ്ങൾ തിയറി മാത്രം ഫോക്കസ് ചെയ്തു ഈ അറ്റംപ്റ്റിൽ ആർന്നെങ്കിൽ പോയിരുന്നെങ്കിൽ പണി കിട്ടും. ഓക്കെ, പ്രോസസ് കോസ്റ്റിംഗ് ഒക്കെ അത്യാവശ്യം ഉണ്ട് പഠിക്കാൻ, നമുക്ക് എന്തായാലും നോക്കാം. ഇതിപ്പോൾ ഒരു അറ്റംപ്റ്റിലാണ് ചോദിച്ച് കണ്ടുള്ളൂ പ്രോസസ്സ്. കോസ്റ്റ് അക്കൗണ്ടിങ് വീണ്ടും ചോദിച്ചേക്കാണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങും അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സും ചോദിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും പഠിച്ചിട്ട് വേണം പോകാൻ, അത് മറക്കരുത്. അതേപോലെ കോസ്റ്റ് ചെയ്യണതിന് ഡിഫറൻസ് മെത്തേഡ് ഉണ്ട്. ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇതിപ്പോൾ ചോദിച്ചത്. നമ്മൾ ഇതുവരെ നോക്കിയ ടോപ്പിക്കിൽ എന്താ, ഇത് ഫസ്റ്റ് ടൈമാണ് ചോദിച്ചത്. ഓക്കെ, വീണ്ടും വന്നേക്കണേ ലിഫോ മെത്തേഡ് ഇതെന്താ ഇതെന്ന് പറയണമെന്നുണ്ടല്ലോ. 1 2 3 4 5 6 ഐറ്റം എന്നിട്ട് 4 എണ്ണം നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും അറിയണ്ട. ഇതിലിപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞത് വെച്ച് ലിഫോ മെത്തേഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഐഡൽ മെത്തേഡ് നേരത്തേക്ക് വന്നിട്ടുണ്ട്, അപ്പോൾ ഒന്ന് പഠിച്ചു നോക്കാം. ഹാൽസെ പ്രീമിയം പ്ലാൻ എന്ന് പറഞ്ഞൊരു പ്ലാൻ ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. ജോയിൻറ്റ് പ്രൊഡക്റ്റും ബൈ പ്രൊഡക്റ്റും പഠിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, അത് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടിയിട്ട് എത്രയായി, 4 കൂടി എഴുതി കഴിഞ്ഞാൽ 20 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ABC അനാലിസിസ് ഉണ്ട്, അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഫിഫോ മെത്തേഡ് ഇത് കണ്ട, ഇത് സ്റ്റോർ ലെഡ്ജർ ആണ് ഇമ്പോർട്ടൻ്റ് എന്നാ പറയാൻ പറ്റുള്ളൂ. ഈ സ്റ്റോർ ലെഡ്ജർ ഫിഫോ മെത്തേഡ് ഉണ്ട്, ലിഫോ മെത്തേഡ് ഉണ്ട്, സിമ്പിൾ ആവറേജ് ഉണ്ട്, വെയ്റ്റഡ് ആവറേജ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു ടൈപ്പ് ആയിരിക്കും നമ്മുടെ അടുത്ത് ചോദിക്കുക. ഇതിന് മുമ്പത്തെ ഒരു അറ്റംപ്റ്റിൽ ലിഫോ ആണ് ചോദിച്ചത്, ഇപ്പോൾ ഫിഫോ ആണ് ചോദിച്ചത്. നോക്കിയേ, കണ്ടോ, ഫിഫോ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഉണ്ട്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണം ചോദിക്കുള്ളൂ, പറയാൻ പറ്റില്ല.
ഓവർ ഹെഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഈ 5 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഏതാണ്? ഓവർ ഹെഡാണ്. അത് നിങ്ങൾ പഠിച്ചിരുന്നാൽ അത് മനസ്സിലാവുള്ളൂ, അതുകൊണ്ട് ഞാൻ പറയാത്തത്. ഓക്കെ, ഈ ഓവർ ഹെഡ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടിയിൽ ചോദിച്ചിരിക്കുന്നത് ഓവർ ഹെഡിൽ തന്നെ മിഷൻ ഹവർ റേറ്റ് കണ്ടുപിടിക്കണ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കഴിഞ്ഞതിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ഓപ്പറേറ്റിംഗ് എന്നോ സർവീസ് കോസ്റ്റിംഗ് എന്നായിരിക്കും ടെസ്റ്റിലുള്ളത്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. ഈ ലാസ്റ്റ് നിമിഷം ഈ പ്രോബ്ലമൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ടാസ്ക് ആണ് കേട്ടോ. പ്രോസസ് കോസ്റ്റിംഗ് ഉണ്ട്. അടുത്തത് എന്താ? പ്രോസസ് കോസ്റ്റിംഗ് എന്നാണ് ചോദിച്ചത്. ഓക്കെ, നിങ്ങൾ അപ്പം മാക്സിമം ഇനി പഠിച്ചിട്ടില്ലെങ്കിൽ തിയറിയിൽ ഫോക്കസ് ചെയ്യും, പറ്റുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്തു പോകണം. ഓക്കെ, ഞാൻ ഒന്ന് പറയട്ടെ, നമുക്കിവിടെ എത്ര ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി? നമുക്ക് ഇവിടെ ഇത് 2024 പേപ്പറാണ്. ഇവിടെ പറയണമെന്ന് പറഞ്ഞാൽ ഒന്നിൽ അറ്റംപ്റ്റ് സെക്ഷൻ എ ആൻഡ് ബി. ഓക്കെ, സെക്ഷൻ എയും ബിയും നമ്മൾ എന്ത് ചെയ്യണം? എല്ലാനും നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം. ഇനി സെക്ഷൻ ബിയിൽ ഇവിടെ ഒരു കേസ് പറയുന്നുണ്ട്. സെക്ഷൻ ബിയിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 3 ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, സെക്ഷൻ ബിയിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 3 ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, അതായത് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം. ഈ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. സെക്ഷൻ സെക്ഷൻ എയിലെയും സെക്ഷൻ ബിയിലെയും. അപ്പോൾ സെക്ഷൻ എയിൽ ഇവിടെ പറയുന്നുണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണമെന്ന്. സെക്ഷൻ എയിൽ 3 ക്വസ്റ്റ്യനാണ് ഉള്ളത്. അപ്പോൾ ഇത് 3 നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്തിരിക്കണം. ഇത് തിയറി ഭാഗമാണ് വരുന്നത്. ഇനി ബിയിലോട്ട് വരുന്ന സമയത്ത് പ്രോബ്ലംസ് ആണ് വരുന്നത്. ഈ പ്രോബ്ലംസിൽ നിങ്ങൾക്ക് പറ്റുന്നത് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ രീതിയിലാണോ എന്ന് നമുക്കിനി ഒന്ന് അനാലിസിസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഓക്കെ നമ്മുടെ എടുത്തത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പ്രീവിയസിലൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റേ സബ്ജക്റ്റ് പോലെ ഇതങ്ങനെ പറയാൻ പറ്റണില്ല. പലതും പല രീതിയിലാണ് ചോദിക്കണം. ഇന്ന ക്വസ്റ്റ്യൻ വരുമെന്ന് പറയാൻ പറ്റില്ല. BCOC 135ൻ്റെ വീഡിയോസ് ഇട്ടായിരുന്നു. അതിൽ കുറേ ക്വസ്റ്റ്യൻസ് അതിൽ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് വന്നേക്കണത്. പക്ഷെ ഇവിടെ നമുക്ക് ആ പ്രശ്നം ഉണ്ട്. പക്ഷേ ഇവിടെ നോക്കിയാൽ 2021 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇവിടെ 8 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ 8 ക്വസ്റ്റ്യനിലുണ്ടല്ലോ നമ്മൾ എന്ത് ചെയ്താൽ മതി? 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. നമുക്കിപ്പോൾ ഒരു തിയറി എഴുതാം. അപ്പോൾ 2 3 ഇങ്ങനെ 5 ക്വസ്റ്റ്യൻ എഴുതാം. അതായത് എത്രയാണ്? 3 ക്വസ്റ്റ്യൻ നമുക്ക് സ്കിപ്പ് ചെയ്യുക, 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. ഇനി ഒന്ന് അടുത്ത അറ്റംപ്റ്റിലോട്ട് പോയി നോക്കിയാലോ. അടുത്ത അറ്റംപ്റ്റിലോട്ട് വരുന്ന സമയത്തും അതേപോലെയാണ്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താ 2023 ഡിസംബറിൽ എങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെയാണ്. ഓക്കെ, 3 ഇതും പിന്നെ അടുത്ത അറ്റംപ്റ്റ് എന്താ? ഓക്കെ, 2024 സെയിം. അതായത് എന്താ? ഡിസംബർ തുടങ്ങി 2023 തുടങ്ങി ഈ രീതിയിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വർഷത്തെ കൂടി ഒന്ന് എടുക്കണം. ഓക്കെ, നമ്മുടെ ഇതിൽ ഇപ്പോൾ എവിടെ വരെയാണ് ഉള്ളത്? ഓക്കെ, നമ്മുടെ കയ്യിൽ ജൂൺ 24 വരെ ഉള്ളൂ. ഞാനൊന്ന് ജൂൺ 25-ലെയും അതേപോലെ ഡിസംബർ 25-ലെയും കിട്ടണ്ടോ എന്ന് നോക്കട്ടെ. ആ പാറ്റേൺ ഒന്ന് നോക്കണം നമുക്ക്. ഓക്കെ, പാറ്റേൺ എന്തായിട്ടുണ്ട്? ചേഞ്ച് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഡിസംബർ 24-ലെ പേപ്പർ കൂടി ഞാൻ എന്ത് ചെയ്തു? എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ നോക്കിയാൽ ഡിസംബർ അപ്പോൾ ഇവിടെ നോക്കിയടാ, ഡിസംബർ 24-ലെ പേപ്പർ ഞാൻ എടുത്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താണത്? ഇവിടെ അറ്റംപ്റ്റിൽ മാറിയിട്ടുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, ഇവിടെ എന്താ പറ്റിയെന്ന് നോക്കിയാൽ ആൻസർ എനി 5 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. ഇവിടെ നോക്ക്, ആൻസർ എനി 5 ക്വസ്റ്റ്യൻ, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 20 മാർക്ക്. അതായത് 5 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. ഈ 5 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, എയും ബിയും ഒരു ക്വസ്റ്റ്യൻ അല്ല. ഇനി അങ്ങനെയുള്ള സ്റ്റുഡൻസും ഉണ്ട്, അവർക്ക് വേണ്ടിയാണ് പറയണത്. അപ്പോൾ ഈ എ ഒന്നൊരു ക്വസ്റ്റ്യൻ, ഇതൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, പിന്നെ
ഇതെന്താണ്, ഇത് മറ്റൊരു ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് ഇവിടെ ക്വസ്റ്റ്യൻ്റെ കേസ് വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ ആണ് ലിഫോ മെത്തേഡ് ചോദിച്ചിട്ടുണ്ട്. ലിഫോ മെത്തേഡ്, ഫിഫോ മെത്തേഡ്, ലേബർ ടേൺ ഓവർ ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ഇത്രയും നേരം ചോദിച്ചിട്ടില്ല. ലേബർ ടേൺ ഓവർ അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ പ്രിൻസിപ്പൾസ് ഓഫ് ഈ അപ്പോഷ്മെൻറ്റ് ഓവർ ഹെഡിൻ്റെ കുറച്ച് പ്രിൻസിപ്പിൾ ഉണ്ട്, റീ അപ്പോഷ്മെൻ്റ് ഉണ്ട്, അതിൻ്റെ എക്സാമ്പിൾ കാര്യങ്ങൾ എഴുതാം. പിന്നെ എന്താ, ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുകയാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ. പിന്നെ ചോദിച്ചിരിക്കുന്നത് എന്താ, പിന്നെ ചോദിച്ചിരിക്കുന്നത് പ്രോസസ് കോസ്റ്റിംഗ് ചോദിച്ചേക്കാണ്. അതേപോലെ ഒരു കോൺട്രാക്റ്റ് അക്കൗണ്ട് ഉണ്ടാക്കാൻ പറയുകയാണ്. ഓക്കെ, ഇത്രയുമാണ് December 24 എന്ന് പറയുന്നത്. അപ്പോൾ ഈ അറ്റംപ്റ്റിൽ എത്രത്തോളം തിയറി ക്വസ്റ്റ്യൻ ഉണ്ട്? ഇത് ഒന്നാമത്തെ തിയറി ക്വസ്റ്റ്യനാണ്. 2 തിയറിയാണ്, മെറ്റീരിയൽ കോസ്റ്റും ABC ടെക്നിക്സുമാണ്. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകൂ. ലേബർ ടേൺ ഓവർ, അപ്പോഷ്മെൻറ്റ് ഓഫ് ഓവർ ഹെഡ്. ഓക്കെ, നമുക്ക് ജൂൺ 25 ഒരു പേപ്പറും കൂടി നമുക്ക് കിട്ടുമോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ പിള്ളേരെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് നോക്കിയാലോ. ജൂൺ 2025 കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പേപ്പർ കിട്ടിയിട്ടുണ്ട്. ചോദിച്ചേക്കണം എന്താ, കോസ്റ്റ് അക്കൗണ്ടിങ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ, അതിൻ്റെ നീഡ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, കോസ്റ്റ് അക്കൗണ്ടിങ് അതിൻ്റെ ഒബ്ജക്റ്റീവ്, അതിൻ്റെ നെസസറീസ്, പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങും പിന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്തായാലും അത് ഇമ്പോർട്ടൻ്റ്. അത് റിലേറ്റഡ് ചെയ്തിട്ടായിരിക്കും ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നത്. പിന്നെ കോസ്റ്റ് ഷീറ്റ് ഉണ്ട്. കോസ്റ്റ് ഷീറ്റിൻ്റെ എന്താ കണ്ടുപിടിക്കാൻ പറയണത്, കോസ്റ്റ് ഷീറ്റിൻ്റെ പ്രൊഫോമ എഴുതാനാണ് പറയണത്. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഞാൻ എഴുതി കാണിച്ചു തരാം, നിങ്ങൾ ടെസ്റ്റ് നോക്കി ചെയ്യണം. ഓക്കെ, ഞാൻ എല്ലാം എഴുതില്ല. ഫസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട്. അതിൻ്റെ ഒപ്പം ഡയറക്റ്റ് ലേബർ കൂട്ടും, ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്. ഈ ഡയറക്റ്റ് എക്സ്പെൻസ് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. പ്രൈം കോസ്റ്റ് എന്ന് പറയുന്ന ഐറ്റം ഉണ്ട്. ഓക്കെ, ഇവിടെ സ്ഥലമില്ല. പ്രൈം കോസ്റ്റിൻ്റെ ഒപ്പം നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് എന്ത്, ഫാക്ടറി ഓവർ ഹെഡ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടും ഗ്രോസ് വർക്ക് കോസ്റ്റ് കിട്ടും. ഇതിൻ്റെ ഒപ്പം ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സും ലെസ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സും ലെസ് ചെയ്യണം. അപ്പോൾ കിട്ടണതാണ് എന്ത്, അപ്പോൾ കിട്ടുന്നതാണ് ശരിക്കുമുള്ള നെറ്റ് ഫാക്ടറി കോസ്റ്റ്. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു ഇതുണ്ട്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓക്കെ, എൻ്റെ ഒരു ബോർഡും ഇല്ല ഇപ്പോൾ എഴുതാൻ പറ്റിയ ടൈപ്പ്, അതുകൊണ്ട് എനിക്കിപ്പോൾ അത് ശരിയാവില്ല. നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ടെസ്റ്റിലുണ്ട് അതിൻ്റെ പെർഫോമ എന്ന് പറയുന്നത്, അത് നോക്കിയിട്ടോ. അത് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല, ചിലപ്പോൾ അത് പ്രോബ്ലമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പ്രോബ്ലമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചോദിച്ചേക്കണം നമ്മൾ റോ മെറ്റീരിയൽ മാനുഫാക്ചറിങ് കൺസേണിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന പ്രൊസീജിയേഴ്സ് എന്തെല്ലാമാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. പിന്നെ ഇൻവെൻട്രി ടേൺ ഓവർ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ കുറേ വട്ടം ചോദിച്ച് നമ്മൾ പഠിക്കാൻ പറഞ്ഞാണെന്ന് നോക്കും. ഓക്കെ, ടൈം ബുക്കിംഗ് അത് നോക്കാം. ഓവർ ഹെഡ് റിലേറ്റഡ് അത് വന്നേക്കണത്. അണ്ടർ അബ്സോർപ്ഷൻ എന്താണ്, ഓവർ അബ്സോർപ്ഷൻ എന്താണ്, അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നാണ് ചോദിച്ചേക്കണത്. ഓക്കെ, പിന്നെ വന്നേക്കണത് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. പിന്നെ കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നുണ്ട്. ലാസ്റ്റ് ചോദിച്ചേക്കണത് ജോയിൻറ്റ് പ്രൊഡക്റ്റ് ബൈ പ്രൊഡക്റ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ അടുത്തൊരു ട്രേഡിംഗ് P&L അക്കൗണ്ട് തന്നിട്ട് നമ്മുടെ അടുത്ത് അത് റീകൺസിലേഷൻ ചെയ്യാൻ പറയണം. അതായത് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെയും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള വേരിയേഷൻ കാരണം പ്രോഫിറ്റിൽ വ്യത്യാസമുണ്ട്, അത് റീകൺസിൽ ചെയ്ത് എന്താണ് പ്രശ്നം എന്ന് കാണിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള പേപ്പർ അനാലിസിസ് ചെയ്തിട്ട് എനിക്ക് ഇതിൽ നിന്ന് പറയാനുള്ളത്, എല്ലാ വട്ടവും വെരി യുണീക്കായിട്ടും ഡിഫറെൻ്റ് ആയിട്ടുമാണ് ക്വസ്റ്റ്യൻ ഇടുന്നത്. പ്രോബ്ലം ഏറെക്കുറെ സെയിം ആണ്, കാരണം ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഓവർ ഹെഡ് മിക്ക അറ്റംപ്റ്റിലും വന്നിട്ടുണ്ട്. കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് കഴിഞ്ഞ 2 അറ്റംപ്റ്റിലായിട്ട് വന്നിട്ടുണ്ട് ലാസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം ഇതാക്കാം, പക്ഷേ തിയറി എനിക്ക് അത്ര പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ എല്ലാ അറ്റംപ്റ്റിലെയും പറഞ്ഞ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടാണ് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ, അല്ലാണ്ട് ഇന്ന കുറച്ച് ക്വസ്റ്റ്യൻ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ഇപ്പം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തല്ലോ, അതെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് പോവുക, അല്ലെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് തിയറി അറിയാമെങ്കിൽ ഓക്കെയാണ്. പിന്നെ നമ്മുടെ പാറ്റേൺ ഒന്ന് മാറിയായിരുന്നു, പക്ഷേ ലാസ്റ്റത്തെ എക്സാമ്പിൾ എന്താണ്, 5 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി എന്ന് പറയണ്ടേ. എത്ര ക്വസ്റ്റ്യനിൽ, ഓക്കെ 8 ക്വസ്റ്റ്യനിൽ 5 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് എന്താ 8 ക്വസ്റ്റ്യൻ ഉണ്ട്, 5 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി, 3 ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത് കളയാൻ സാധിക്കും. സോ നല്ലൊരു അറ്റംപ്റ്റ് ആവട്ടെ. ഓൾ ദ ബെസ്റ്റ്.